മംഗളജീവൻ പകർന്നവനേ, മരണമടഞ്ഞോർക്കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. ചെന്നിണബലിയാലുന്നത വെളിവാൽ ശാന്തി ജഗത്തിൽ വിതച്ചവനേ, മരണമടഞ്ഞോർക്കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. ബലിയിതു കൈക്കൊണ്ടലിവൊടു നാഥ, മൃതരുടെ പാപം പൊറുക്കണമേ. നിത്യവിരുന്നിൻ കതിരുകൾ വീശും നിറതിരിയവരിൽ കൊളുത്തണമേ. നമ്മുടെ പ്രിയപ്പെട്ട മകൻ, പ്രിയപ്പെട്ട സഹോദരൻ അലൻ ചെറിയാൻ ഈ ലോകത്തു നിന്നും പിതാവായ പുറത്തേക്ക് യാത്രയായിട്ട് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ആ മകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഈശോ നമ്മൾ പറയുന്നു, തന്നെ വിശ്വസിച്ചവർ മരിക്കുകയില്ല, അവർ നിത്യമായി ജീവിക്കും എന്ന്. മിശിഹായിൽ വിശ്വാസം അർപ്പിച്ച് ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട മകൻ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ വലത് ഭാഗത്ത് എഴുന്നള്ളിരിക്കുന്നു. നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് വിശ്വസിക്കാം. ആ മകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആ മകനിലൂടെ നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യാം. ഒരു നിമിഷം അലൻ എന്ന മകനെ കർത്താവിൻ്റെ കയ്യിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഭക്തിപൂർവം ഈ തിരുക്കർമ്മയിൽ പങ്കെടുക്കാം. ഈ തിരുക്കർമ്മത്തിൽ സഹകർമ്മത്വം വഹിക്കുന്ന എല്ലാ വൈദികരെയും ഹൃദ്യമായ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. ഐ എം വെരി ഹാപ്പി ടു വെൽക്കം Canon Edward Pereira, the parish priest of this parish, and Father Cyril, Father Jose, and Father Matthew, all are here. And Father Cyril will say a few words as a homage to our dear brother Alan. നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് ഭക്തിപൂർവ്വം ഈ ബലിയർപ്പിക്കാം. നമ്മളെല്ലാ പ്രാർത്ഥനകളും പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മകനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ബലി അർപ്പിക്കാം. നല്ലവനായ ദൈവം ഈ ബലി സമൃദ്ധനായി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, അവ ഒരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം.
സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉൾഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തുന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മരണം മൂലം ഏർപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശയുടെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീന ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു. ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥാ, ആരാരീ ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു. നീയാണെൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോൽ സർവേശ നിന്നെ ഞാൻ കാത്തിരിപ്പൂ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ പിതാവ് മുതൽ പരിശുദ്ധമായ സർവേശ്വരൻ അങ്ങയുടെ ബഹുമാനം ഞങ്ങൾ സമർപ്പിക്കുന്ന ധൂപം അങ്ങയുടെ മകനീയമായ തിരുനാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ഇത് അങ്ങയുടെ പ്രസാദനം അങ്ങയുടെ അജണ്ട പാപങ്ങളുടെ മോചന കാരണമാകട്ടെ. ഓർമ്മ ആമേൻ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ നൽകിയിട്ടുള്ളതെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നീതിമാൻ പ്രായമെത്താതെ മരിച്ചാലും വിശ്രാന്തി ആസ്വദിക്കും. വാർദ്ധക്യത്തെ മാനിക്കുന്നത് ഏറെക്കാലം ജീവിച്ചതുകൊണ്ടല്ല. മനുഷ്യർക്ക് വിവേകമാണ് നരച്ച മുടി, കറയറ്റ ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധക്യം. ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുവനുണ്ടായിരുന്നു. അവനെ അവിടുന്ന് സ്നേഹിച്ചു. പാപികളുടെ ഇടയിൽ വസിക്കുമ്പോൾ അവൻ സമ്മോഹിക്കപ്പെട്ടു. തിന്മ അവൻ്റെ വിവേകത്തെ മാറ്റിമറിക്കാതെ, വഞ്ചന മനസ്സിനെ പ്രലോഭിപ്പിക്കാതെ അവൻ സംവഹിക്കപ്പെട്ടു. തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു. ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു. ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. കർത്താവിന് പ്രീതികരനാകയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. നാഥ, നിന്റെ അരൂപിയെ നീ ഞങ്ങളിലെന്നും അയക്കണമേ. മൃതരിൽ കരുണ പൊഴിക്കണമേ. നിത്യവിമോചനമേകണമേ. പ്രാർത്ഥിക്കാം, നാഥ നീ കനിയോ. വാനിലും ഊഴിയിലും തിങ്ങി വിള
അയക്കണമേ, മൃതരിൽ കരുണ പൊഴിക്കണമേ, നിത്യവിമോചനമേകണമേ. പ്രാർത്ഥിക്കാം നാഥാ നീ കനിയൂ. അവിടുത്തെ മഹിമകൾ പാടുന്നു, കാണുവണങ്ങുന്നു. നാഥാ നിന്റെ അരുളിയതേ ഞങ്ങളിലെന്നും അയക്കണമേ, മൃതരിൽ കരുണ പൊഴിക്കണമേ, നിത്യവിമോചനമേകണമേ. പ്രാർത്ഥിക്കാം നാഥാ നീ കനിയൂ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ഞങ്ങളിലെന്നും അയക്കണമേ, മൃതരിൽ കരുണ പൊഴിക്കണമേ, നിത്യവിമോചനമേകണമേ. പ്രാർത്ഥിക്കാം നാഥാ നീ കനിയൂ. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നാഥാ നിന്റെ അരൂപിയതിൽ ഞങ്ങളിലെന്നും അയക്കണമേ, മൃതരിൽ കരുണ പൊഴിക്കണമേ, നിത്യവിമോചനമേകണമേ. പ്രാർത്ഥിക്കാം നാഥാ നീ കനിയൂ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം. ഗുരു ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി മിശിഹ പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവരുടെ ഉത്ഥാനമില്ലെന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ ഉത്ഥാനമില്ലെങ്കിൽ മിശിഹായും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. മിശിഹ ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രഘോഷണവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ കപട സാക്ഷികളായി ഞങ്ങൾ കാണപ്പെടും. കാരണം മിശിഹായെ അവൻ ഉയർപ്പിച്ചെന്ന് ദൈവത്തെപ്പറ്റി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. എന്തെന്നാൽ വാസ്തവത്തിൽ മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മിശിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. മിശിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. നിങ്ങളിപ്പോഴും നിങ്ങളുടെ പാപങ്ങളിൽ തന്നെയാണ്. മാത്രമല്ല, മിശിഹായിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം മിശിഹായിൽ നാം പ്രത്യാശ വെച്ചവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ ദയനീയരത്രേ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിതനാം കവി തൻ തൂലിക പോലെ നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ.
സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 5-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവിധിക്ക് വിധേയനാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മോടൊക്കെ ഒന്നിച്ച് ജീവിച്ച്, ഒന്നിച്ച് കളിച്ച്, ഒന്നിച്ച് പങ്കുവെച്ച്, ഒരുപക്ഷെ നമ്മളിൽ പലരെയും യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ സ്നേഹം അല്പം കൂടി അനുഭവിക്കുവാൻ സഹായിക്കുകയും ചെയ്ത അലനെ നമ്മളിന്ന് ഓർത്ത് ആ മകന് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ ഈ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുലിഖിതമാണ്. മരണം വരെ വിശ്വസ്തയോടെ ജീവിക്കുക. മകനെ, മകളെ, മരണം വരെ വിശ്വസ്തനായിരിക്കുക, വിശ്വസ്തയായിരിക്കുക. ജീവൻ്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ അനുഭവിച്ചതിന് ശേഷം പിന്നെ പിന്തിരിഞ്ഞു നോക്കാതെ തൻ്റെ ജീവിതത്തിൽ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുവാനായി ഒരുപാട് പരിശ്രമിച്ച, അതിനുശേഷം വിശ്വസ്തയോടെ ജീവിച്ച് ദൈവം വാഗ്ദാനം ചെയ്ത നിത്യകിരീടത്തിന് വേണ്ടി സ്വർഗരാജ്യത്തിലേക്ക് എടുക്കപ്പെട്ട ഈ മകനെ നമ്മൾ നോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ദൈവം നൽകുന്ന സന്ദേശം ഇപ്രകാരമാണ്: ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അലനോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഗീതമാലപിച്ച് അവിടുത്തെ പാടിസ്തുതിക്കുവാൻ എടുക്കപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. ഇന്ന് അലൻ്റെ ജീവിതത്തിൽ അലൻ നമുക്ക് കാണിച്ചു തരുന്നത് ഇപ്രകാരമാണ്: മരണം വരെ വിശ്വസ്തനായിരിക്കുക, വിശ്വസ്തയായിരിക്കുക. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും, ഏത് അവസ്ഥയിലൂടെ കടന്നുപോയാലും, ഏത് വ്യക്തിബന്ധങ്ങൾ നമ്മുടെ കൂടെ കൂടിച്ചേർന്നാലും ആത്മാവിൽ ദൈവം ആഗ്രഹിക്കുന്ന ഇപ്രകാരമാണ്: മരണം വരെ വിശ്വസ്തനായിരിക്കുക, വിശ്വസ്തയായിരിക്കുക. ജീവൻ്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. സ്നേഹമുള്ള സഹോദരങ്ങളെ, അലൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന ഇപ്രകാരമാണ്: യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു യുവാവാണ് അലൻ. ഓട്ടോമാറ്റിക്കായി അവൻ്റെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം ഉണ്ടാകുകയല്ല ചെയ്തത്. യേശുക്രിസ്തുവിനെ അവൻ അന്വേഷിച്ചു. വിശുദ്ധ ലിഖിതം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ അന്വേഷിക്കുവൻ നിങ്ങൾ കണ്ടെത്തുവൻ, മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും, ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു ദൈവവചനം അലൻ്റെ ജീവിതത്തിൽ അച്ചട്ടായി നിറവേറുന്നതായി ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം UK-യിലായിരുന്നപ്പോഴും ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയ സമയത്തും അട്ടപ്പാടിലായിരുന്നപ്പോഴും സെമിനാറിലായിരുന്നപ്പോഴും ഒക്കെ പലപ്പോഴും അലൻ വിളിച്ചിട്ടുണ്ട്. അവൻ ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അലൻ്റെ പല ടെക്സ്റ്റ് മെസ്സേജ് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ആ ടെക്സ്റ്റ് മെസ്സേജുകളിലൊക്കെ ഒരു യുവാവിൻ്റെ ദൈവ അന്വേഷണമാണ് ഞാൻ കാണുക. പല പ്രാവശ്യവും ചിലതൊക്കെ അവനായി ചോദിക്കുന്നത് ഇപ്രകാരമാണ്: അച്ഛാ, എനിക്ക് ഈ അനുഭവം ഉണ്ടായി, ഇതിൻ്റെ അർത്ഥം എന്തുവാ?
ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു, ഞാൻ എന്തുവാ ചെയ്യേണ്ടത്? ദൈവത്തെ അറിയുവാനും ദൈവത്തെ അനുഭവിക്കുവാനുമുള്ള ഒരു ദാഹം അവൻ്റെ ഓരോ ഫോൺ കോളുകളിലും അവൻ്റെ ഓരോ ടെക്സ്റ്റ് മെസ്സേജുകളിലും ഞാൻ കാണുകയാണ്. ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി യുവാവ്. വിശുദ്ധ പൗലോസ്ലീഹായുടെ കർത്താവ് നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ ദൈവസന്നിധിയിൽ തിരസ്കൃതനാകാതിരിക്കുവാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിക്കുന്നുവെന്ന്. നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ ദൈവസന്നിധിയിൽ തിരസ്കൃതനാകാതിരിക്കുവാൻ എൻ്റെ ശരീരത്തെ, എൻ്റെ ശരീരത്തിൻ്റെ അഭിലാഷങ്ങളെ, എൻ്റെ ജഡത്തിൻ്റെ മോഹങ്ങളെ, എൻ്റെ കൂട്ടുകാരിൽ നിന്നും എൻ്റെ സംസ്കാരത്തിൽ നിന്നുമൊക്കെ എനിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെതായ ചില ചിന്താധാരകളെ ഒന്നും എൻ്റെ ശരീരം സ്വാധീനിക്കപ്പെടാതിരിക്കുവാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുവാവിനെയാണ് അലനിൽ ഞാൻ കണ്ടത്. മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവെച്ചപ്പോഴും എളിമയുടെ തലത്തിൽ ഈ കൊച്ചുപ്രായത്തിൽ നിന്ന് ദൈവം അവനെ അഭിഷേകം ചെയ്ത് ഉയർത്തിയപ്പോഴും ഞാൻ ആരുമല്ല എന്ന ആ ചിന്തയിലൂടെ, എനിക്ക് ആരാലും അറിയപ്പെടേണ്ട എന്ന ആ മനോഭാവത്തോടു കൂടി ഏറ്റവും എളിമയോടുകൂടി സുവിശേഷം പങ്കുവെച്ചും ആ സമയത്തും ദൈവസന്നിധിയിൽ തിരസ്കൃതനാകാതിരിക്കുവാൻ വളരെ പ്രത്യേകം ശ്രദ്ധിച്ച് ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് ദൈവത്തോട് ചേർന്നിരുന്ന ഒരു യുവാവിൻ്റെ ജീവിതമാണ് ഈ ജീവിതത്തിൽ ഞാൻ കാണുക. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, ഈ മകൻ്റെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവസന്നിധിയിൽ അവന് നായിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ സന്ദേശം ഇപ്രകാരമാണ്: ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടത്തിന് അവകാശിയാകും വിധം ജീവിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, അലൻ വലിയവർക്കും ചെറിയവർക്കും അച്ഛന്മാർക്കും സന്യസ്തർക്കും നമുക്കെല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാതൃകയായിട്ടുണ്ട്. ഇന്ന് ദൈവസന്നിധിയിൽ അവനായിരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ആ മകനായിരിക്കുന്ന ആ സ്ഥലത്ത് നമ്മളും എത്തിച്ചേരുന്നതിന് വേണ്ടി അവൻ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ മുറുകെ പിടിച്ച ആ വിശ്വാസം നമ്മുടെ ജീവിതങ്ങളിലും മുറുകെ പിടിക്കുന്നതിന് വേണ്ടി, ദൈവത്തെ അന്വേഷിക്കുവാനുള്ള തീഷ്ണത നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിൻ്റെ ഒരുപാട് സാധ്യതകൾ അലൻ മാറ്റിവെച്ച യുവാവാണ്. ഈ കൊച്ചുപ്രായത്തിൽ അവന് മുമ്പിൽ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു, ഒരുപാട് പോസിബിലിറ്റീസ് ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ ഏറ്റെടുത്ത്, അവൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞതുപോലെ അവൻ ഏറ്റെടുത്തത് സാധ്യത ഇപ്രകാരമാണ്: എനിക്ക് ജീവിതം ക്രിസ്തുവാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ മറ്റു നേട്ടങ്ങളോ സുഹൃത്ത് ബന്ധങ്ങളോ വലിയ വളർച്ചകളോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനമാനങ്ങളൊന്നുമല്ല, എനിക്ക് ജീവിതം ക്രിസ്തുവാണ്. ആ സന്ദേശമാണ് ഇന്ന് ആ മകൻ ഒരുപക്ഷെ നമുക്ക് ഓരോരുത്തർക്കും പങ്കുവെക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്രകാരമുള്ള യാദൃശ്ചികമായ മരണം, പെട്ടെന്നുള്ള വേർപാടൊക്കെ നമ്മുടെ ജീവിതങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ അത് ഏറ്റെടുക്കുക അത്ര എളുപ്പമല്ല. ചെറിയാഞ്ചേട്ടനും ചേച്ചിയും കുടുംബവും ഈ അവസ്ഥയിലൂടെ കടന്നുപോയത് എത്രമാത്രം വേദനയോട് കൂടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ശക്തി അവർ അനുഭവിച്ചതിനെ കുറിച്ച് അവർ പങ്കുവെച്ചിട്ടുണ്ട്. നാട്ടിലേക്ക് വിളിച്ചപ്പോൾ ചെറിയാഞ്ചേട്ടനും ചേച്ചിയും പിറ്റേ ദിവസം തന്നെ പങ്കുവെച്ച ദൈവ അനുഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച് ആ മക്കളെ ശക്തിപ്പെടുത്തുന്നതിന്റെ അനുഭവം ദൈവം അവർക്ക് നൽകിയത്. ഇന്ന് നമ്മൾ ഒന്നുചേർന്ന് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിന്റെ ദാനമാണ് മക്കൾ. സംഗീതം 127 കർത്താവ് നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, ഉദരഫലം അവിടുത്തെ സമ്മാനവും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കളായ നിങ്ങൾ ഓരോരുത്തരും ആഴത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു സത്യമാണിത്. നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും. ദൈവത്തിന്റെ ദാനമാണ് മക്കളെങ്കിൽ ദൈവം എപ്പോൾ ആ മകനെ അല്ലെങ്കിൽ മകളെ തിരിച്ചു ചോദിക്കുന്നുവോ ആ നിമിഷം സന്തോഷത്തോടു കൂടി ആ മകനെ, ആ കുഞ്ഞിനെ
ദൈവസന്നിധിയിലേക്ക് തിരികെ കൊടുക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരുമാണ് മാതാപിതാക്കളായ നിങ്ങൾ ഓരോരുത്തരും. ആയതിനാൽ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് നിമിഷവും ദൈവത്തിന് സമർപ്പിക്കുവാൻ സന്നദ്ധതയുള്ള മാതാപിതാക്കളായി ഈ ലോകത്ത് ജീവിക്കുക ദൈവം നൽകിയ സമ്മാനമാണെങ്കിൽ ആ സമ്മാനത്തെ ദൈവം നൽകിയതുപോലെ തന്നെ തിരിച്ചു നൽകുവാൻ നമുക്കും കടമയുണ്ട്. അതുകൊണ്ട് ഇന്ന് ചിന്തിക്കുന്ന ഇപ്രകാരമാ സഹോദരങ്ങളെ, ദൈവം ഒരു കുഞ്ഞിനെ നമുക്ക് നൽകുമ്പോൾ, ദൈവം ആ കുഞ്ഞിനെ ആവശ്യപ്പെടുമ്പോൾ, ദൈവം നൽകിയതുപോലെ വിശുദ്ധിയിൽ, ദൈവം നൽകിയ നിഷ്കളങ്കതയിൽ ആ കുഞ്ഞിനെ ദൈവത്തിന് പരമേൽപ്പിക്കുവാൻ ഓരോ മാതാപിതാക്കൾക്കും ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് ലുക്കയിലുള്ള പല കുടുംബങ്ങളെയും പ്രത്യേകിച്ചും പ്രായമായ യുവജനങ്ങളുള്ള യുവതി യുവാക്കളുള്ള കുടുംബങ്ങളുടെ മാതാപിതാക്കൾ പലപ്പോഴും പ്രാർത്ഥിക്കുവാനായി വിളിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാ, മക്കളെ ഓർത്ത് എത്രമാത്രം മാതാപിതാക്കൾ വേദനിക്കുന്നു. 15, 16, 17 വയസ്സ് പ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ ആഗ്രഹിക്കാത്ത ചില സാഹചര്യങ്ങളിലേക്ക് മക്കൾ കടന്നു പോകുന്നു. എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും അവരുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ ഒരിക്കലും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത രീതിയിലുള്ള ചില അനുഭവങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് യുകെയിലുണ്ട്. ഇപ്രകാരമുള്ള സാഹചര്യത്തിൽ സഹോദരങ്ങളെ, ചെറിയാൻചേട്ടനും കുടുംബവും എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ദൈവം ഒരു കുഞ്ഞിനെ ദൈവം ദാനമായി സമ്മാനമായി നൽകി. അല്പവർഷക്കാലം ഈ ലോകത്ത് ആ കുഞ്ഞിനെ പരിപാലിച്ചു. എന്നാൽ ദൈവം എപ്പോൾ ആ കുഞ്ഞിനെ തിരിച്ചു വിളിച്ചുവോ അപ്പോൾ ദൈവം നൽകിയതുപോലെ ആ വിശുദ്ധിയിൽ, ആ നിഷ്കളങ്കതയിൽ ആ കുഞ്ഞിനെ തിരികെ ഏൽപ്പിക്കുവാൻ അനുഗ്രഹം ലഭിച്ച മാതാപിതാക്കളാണ് ചെറിയാൻചേട്ടനും ചേച്ചിയും. ആയതിനാൽ സഹോദരങ്ങളെ, ഈ മാതാപിതാക്കളുടെ ജീവിതവും നമുക്കൊരു മാതൃകയല്ലേ? ഓട്ടോമാറ്റിക്കായിട്ടല്ല അലൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവങ്ങൾ ഉണ്ടായത്. മാതാപിതാക്കളുടെ ജീവിത മാതൃക, മാതാപിതാക്കളുടെ മണിക്കൂറുകളുള്ള പ്രാർത്ഥന, പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ജപമാല പ്രാർത്ഥന, തിരുവചനം വായിച്ചുകൊണ്ടുള്ള ജീവിതം, ഇപ്രകാരം മാതാപിതാക്കളുടെ ജീവിതം തീർച്ചയായും അലനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ അനുഭവിച്ചതിന് ശേഷം അവൻ തിരിഞ്ഞു പോകാതെ, മറ്റു വഴികളിലൂടെ സഞ്ചരിക്കാതെ യേശുക്രിസ്തുവിനെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ അവനെ തിരിച്ചു വിളിച്ചപ്പോൾ മാതാപിതാക്കള് അഭിമാനത്തോടു കൂടി ആ വിശ്വസ്തയോടെ യേശുവിന് വേണ്ടി ജീവിച്ച ആ കുഞ്ഞിനെ ഓർത്ത് അഭിമാനത്തോടെ ദൈവത്തിന് ആത്മാവിനെ തിരിച്ചേൽപ്പിക്കുവാൻ കഴിഞ്ഞ ആ സന്തോഷത്തിലാണ് ഇന്ന് ഈ മാതാപിതാക്കൾ ഇവിടെ ആയിരിക്കുക. ആയതിലുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ വിശുദ്ധ ബലി നമ്മൾ അർപ്പിക്കുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഓരോ യുവജനങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ ആയിരിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ യുവജനങ്ങൾ യേശുക്രിസ്തു തിരിച്ചു വിളിക്കുമ്പോൾ നിഷ്കളങ്കതയുള്ളവരായി യേശുവിൻ്റെ മുഖം ദർശിക്കത്തക്ക രീതിയിൽ വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കുവാൻ എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ ഓരോരുത്തരുടെയും ജീവിതം ഈ യുവജനങ്ങൾക്കൊരു മാതൃകയായ ജീവിതമായി മാറുവാൻ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ ജീവിതം കണ്ട് ഈ കുഞ്ഞുങ്ങൾ യേശുക്രിസ്തുവിനെ അന്വേഷിക്കുന്ന മക്കളായി മാറുവാൻ, അങ്ങനെ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൽ ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ ദൈവം തിരിച്ചെടുക്കുമ്പോൾ അഭിമാനത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് അവയെ തിരിച്ചേൽപ്പിക്കുവാനുള്ള കൃപ ഓരോ മാതാപിതാക്കൾക്കും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവസാനമായി പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു പ്രേരണ ഇപ്രകാരമാണ്. ഞാൻ മിഷണറി ആയിട്ട് വരുന്നതിന് തൊട്ട് മുൻപ് കർത്താവിൻ്റെ സന്നിധിയിൽ കുറേ ദിവസം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ആ സമയത്ത് എൻ്റെ ഒരു പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: കർത്താവേ, ഞാൻ പുറത്തു പോയി കഴിയുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ പ്രായമാകുന്നു. ഞാൻ മാറിക്കഴിയുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ശുശ്രൂഷിക്കാൻ ആരുണ്ട്? ഞാൻ ഇവിടെയാണെങ്കിൽ അവർക്ക് വാർദ്ധക്യത്തിൽ അവർ എത്തിക്കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായം അവർക്ക് ചെയ്യുവാൻ എനിക്ക് സാധിക്കുമല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാൽ പെട്ടെന്ന് എനിക്ക് നൽകിയ ഒരു മറുപടി ഇപ്രകാരമാണ്: നീ ഈ വീട്ടിൽ നിന്നും പുറപ്പെടുന്ന നിമിഷം നിന്റെ സ്ഥാനം ഞാൻ ആ വീട്ടിൽ ഏറ്റെടുക്കുമെന്ന്. അത് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുടുംബത്തിൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ അലനെക്കുറിച്ച് പ്രസംഗിക്കുവാനും ഈ വിശുദ്ധ ബലിയിൽ സന്ദേശം നൽകുവാനും പരിശുദ്ധാത്മാവ് ആലോചന ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് നൽകിയൊരു പ്രേരണ ഇപ്രകാരമാണ്: ചെറിയാൻചേട്ടനോടും ചേച്ചിയോടും പറയുക,
അലൻ എൻ്റെ അടുത്തേക്ക് കടന്നു വന്ന നിമിഷത്തിൽ ഞാൻ അവൻ്റെ സ്ഥാനം നിങ്ങളുടെ വീട്ടിൽ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന സന്ദേശം, പുത്രനായ ദൈവത്തിൻ്റെ സന്ദേശമാണത്. ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിച്ച് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ആ നിമിഷം തന്നെ ആ മകൻ്റെ സ്ഥാനം ഈ കുടുംബത്തിൽ പുത്രനായ യേശുക്രിസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞു. ആയതിനാൽ ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ണീശോയാണ് ഈ ക്രിസ്മസ് നാളിൽ ജീവിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ അലന് വേണ്ടി അലൻ ജീവിച്ചതുപോലെ അലന് ചെയ്യാമായിരുന്നതിൽ അപ്പുറത്തെ വലിയ വലിയ കാര്യങ്ങൾ ഈ ക്രിസ്മസ് നാളിൽ സ്വർഗം നമുക്ക് സമ്മാനമായി നൽകിയ ഉണ്ണീശോ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഏറ്റെടുക്കുകയാണ്. ആ മകൻ എന്തൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യേണ്ടിയിരുന്നോ അത് മുഴുവനും അതിലധികമായി ഉണ്ണീശോ ദൈവപുത്രൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമെന്നൊരു പ്രേരണ കൂടിയ ഇന്ന് ലഭിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ആയതിനാൽ ഈ വിശുദ്ധ കുർബാന സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി നമുക്ക് അർപ്പിക്കാം. മരണം വരെ വിശ്വസ്തയോടുകൂടി ജീവിച്ച ഒരു യുവാവ്, യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു യുവാവ്, ഈ യുവാവിനെ വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ അനുഗ്രഹം ലഭിച്ച ഈ മാതാപിതാക്കൾ, ഇനി ഈ കുടുംബം യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന ഒരു കുടുംബം, ഈ അനുഗ്രഹം ദൈവം ഈ സ്വർഗത്തിൽ നമുക്ക് നൽകുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികളായി മാറുവാൻ, മരണം വരെ വിശ്വസ്തയോടെ ജീവിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായി മാറുവാൻ, മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ, മക്കളെ ദൈവസന്നിധിയിൽ എത്തിക്കത്തക്ക രീതിയിൽ മാതൃകാപരമായ ജീവിതം നയിക്കുവാൻ ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കുവാൻ, അതോടൊപ്പം തന്നെ ഈശോ കുടുംബത്തിൽ വസിക്കുന്ന അനുഭവം നമുക്കുണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അലൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഇനിയും ഏതെങ്കിലുമൊക്കെ പാപക്കറകൾ പെടാനുണ്ടെങ്കിൽ, പാപത്തിൻ്റെ പരിണതഫലങ്ങൾ നീക്കം ചെയ്യപ്പെടാനുണ്ടെങ്കിൽ, ഈ വിശുദ്ധ കുർബാനയിൽ ചിന്തപ്പെടുന്ന കർത്താവിൻ്റെ അമൂല്യമായ രക്തത്താൽ ആ മകൻ്റെ സകല പാപക്കടകളും കഴുകിക്കളഞ്ഞ് സകല പാപത്തിൻ്റെ പരിണതഫലങ്ങളും യേശുവിൻ്റെ വിശുദ്ധ ബലിയുടെ അമൂല്യമായ യോഗ്യതയാൽ നീക്കം ചെയ്യപ്പെട്ട് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടുകൂടി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ മകനെയും ഇരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയും കൂടെ വന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നുവെന്ന് അപേക്ഷിക്കാം. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദീസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരൻ അലനെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം അരുളി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ പരിപോഷിപ്പിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെയും പ്രത്യേകിച്ച് അലനെയും നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ, അങ്ങയോട് യാചിക്കുന്നു. സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും റുഹാദ കുരിശിക്കും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവധി നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേയും സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കയെ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളും എന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശക്തിയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാവരും യോഗ്യരാക്കണമേ. കരുണാനിധ്യാദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതര പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുകയും ഞങ്ങൾ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമൈനിടവുമിതാ അവലബലിപീഠേ. സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരും ഒന്നായി സന്നിധിയിൽ മാനവനിരയോട് ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ആത്മജനും ദിവ്യ റൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മരവുസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനം ഈ ബലിയിൽ എന്നേക്കും ആമേൻ. സുതനോടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ഒന്നായി പാടിയിടട്ടെ. ആമേനാമേൻ. മർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും വെളിയിൽ ഓർത്തിടാം. കൂടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മോടെ തുണയെന്നും. വലിയവരെല്ലാം വലിയവരോപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തേജർ ആയിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാം നിത്യം വാഴ്ത്തിയിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സ്ത്രീകൾക്കുമുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും
നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തനിക്കിട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനവും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ ഈ കുർബാന ഞങ്ങളുടെ കരങ്ങളിൽ പൂർത്തിയാക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാവുന്ന ദിവരഹസ്യ ശുശ്രൂഷാകുവാൻ എളിവരും പാപികളും ആയിരുന്നിട്ടും ഞങ്ങളങ്ങ് കാരുണ്യാതിർത്ത യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയുടെ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര
കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധിയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവമായ ഈ തിരുക്കർമ്മം പ്രത്യാശപരം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന് ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളുടെ പകർച്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശങ്ങളുടെ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതം കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരുടെ ശ്രേപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നു ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന
പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര ഒരു അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനികളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചുകൊണ്ട് ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ പീറ്റർ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട അലൻ ചെറിയാന് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശവരം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും കർത്താവേ, അയോഗ്യ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തി നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണം അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ നയിച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവനായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മന്ത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നേർനിലത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച്
അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുയർന്നുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മഹനീയവും വിസ്മയാപകവും രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷക്തന മൂലമരു രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തിനും പ്രത്യാശത്തിനും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനകൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരണത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. പരിമള സസ്യങ്ങളുടെ സൂതരുവിൻ്റെ നാഥ ശേഷപുരോധന ആഗ്രഹം വാഗ്ദാനപ്പെടുന്ന താക്കാലി കൊടുത്ത് അർപ്പിച്ച ധൂവും പോലെ ഞങ്ങളുടെ പ്രാർത്ഥന ധൂവും അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവാദിയുമേ, പാവമാലിനെ കഴുകി അങ്ങയുടെ സ്നേഹത്തിൻ്റെ രൂപരുമ്പോൾ തന്നെ പൂജനാക്കണമേ. വഴുതിറ്റിപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി നല്ലിടയ എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തവൻ്റെ എല്ലാ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. കർത്താവാദിയുമേ, അങ്ങയുടെ മകനെയും വിശുദ്ധമായി ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷയെ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവാദിയുമേ, അങ്ങയുടെ കാരണം പ്രത്യാശനം കാത്തിക്കുന്ന ഈ ജനത്തെ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവാദിയുമേ, അങ്ങയുടെ വിശുകാരത്തിലേക്കുള്ള സാദൃശ്യമെടുത്ത സിംഹാസനമായി ബലിപീഠത്തെയും പാപമോചമായ തിരിച്ചരക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതി നാഥനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമുടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ തിരുശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും
നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, നിൻ ദാസരാമിവർ തൻ പാപഗണങ്ങൾ മോചിക്കണമേ. കലഹം മാറ്റാം, ഭിന്നത നീക്കിടാം, മനസാക്ഷി നിർമ്മലമാക്കിടാം. കർത്താവേ, നിൻ ദാസരാമിവർ തൻ പാപഗണങ്ങൾ മോചിക്കണമേ. ദേഷ്യം നീക്കാം, ശത്രുത കൈവെടിയാം, ആത്മാക്കൾ പാവനമാക്കിടാം. കർത്താവേ, നിൻ ദാസരാമിവർ തൻ പാപഗണങ്ങൾ മോചിക്കണമേ. ഭക്തിയോടങ്ങേ കൈക്കൊണ്ടീടാം, റുഹായാൽ അതിനിർമ്മലരായി തീരാം. കർത്താവേ, നിൻ ദാസരാമിവർ തൻ പാപഗണങ്ങൾ മോചിക്കണമേ. യോജിപ്പോടും സ്നേഹാരൂപീനും ഉൾക്കൊള്ളാം ദിവ്യമീ രഹസ്യങ്ങൾ. കർത്താവേ, നിൻ ദാസരാമിവർ തൻ പാപഗണങ്ങൾ മോചിക്കണമേ. ഞങ്ങൾക്കിവ നീ ഉദ്ധാരത്തിനും രക്ഷയ്ക്കും കാരണമാക്കണമാമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധവും കാരണം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമേ, അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും സ്തുതിക്കുവാൻ ഞങ്ങളെ തന്നെ പോത്രിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരണം അങ്ങ് ഞങ്ങളുടെ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിരമ്പല ഹൃദയരും പ്രസന്ന വന്ദനരും നിഷ്കളയുടെ വ്യാപരിക്കങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയെന്നും അവന്റെ സൈന്യങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു,
ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യവാനും നീതിമാനുമായ വിധികർത്താവേ, ഞങ്ങളുടെ മരിച്ചവരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിൽ അവരെ അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. നമ്മെ ജീവിതകർത്താവ് ഈശ്വര കൃപാവനം അവിടുത്തെ കാരണത്തെ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മരത്തിൽ നിന്നുള്ള ഫലം കല്ലറയ്ക്കിലേക്കുള്ള വഴി തുറന്നുവെങ്കിൽ നമ്മുടെ വംശത്തിന് പ്രത്യാശയായ മിശിഹ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തന്നു. രക്ഷ അറിയിക്കുന്നവൻ്റെ സ്വരം കേട്ട് മരിച്ചവർ ജീവിക്കുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. സഹോദരരെ വിരവിൻ, മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് മരിച്ചവരുടെ ഉയർപ്പ് നമുക്ക് പ്രഘോഷിക്കാം. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോടെൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീളം മാത്രം മതി.
തേജസ്സേറും കേരൂബികൾ കൂടാരത്തിനകത്തുണ്ട്. ഷെക്കേനായുമുണ്ടവിടെ. ഭക്തന്മാരാം സഹോദരർ വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്. മേശമേലെന്നപ്പം ഉണ്ട്. പ്രാകാരത്തിലെന്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നും എന്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിച്ചള തൊട്ടിയുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, അമർത്തതയുടെ ഔഷധമായ കൃപാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം കർത്താവേ, നിന്തിരുനാമം ചിരകാലം വാഴ്ത്തിപ്പാടി നമിക്കുന്നു. നാഥ, നിന്നിൽ മരിച്ചാലും ജീവിച്ചിടും ചൊന്നു നീ. നിന്തിരു രക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും വാഗ്ദാനം നരനേകി നീ സ്വർഗം നേടിടും ഒരു നാളിൽ. മരണമടഞ്ഞവരെല്ലാരും നിന്നിൽ ജീവൻ പുണരട്ടെ. അവരുടെ സ്മരണയുണർത്തിടുമീ ബലിയിൽ ചേർന്നവരെല്ലാരും കൃപയാലെന്നും നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രവർത്തിക്കും. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ റൂഹായേ, മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതലേക്കും ആമേൻ. തെളിവായി എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങയുടെ ത്രിത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുത്രകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. കൈക്കൊള്ളണമീ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹ, അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് മഹിതാശയർത്തൻ പരിപാവനമാം ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. പുതുവത്സലരാം സ്നേഹരുമൊരുപോൽ വിനയാൻ
കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കും രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ അങ്ങയുടെ ദാസനെ വിളിക്കുകയും അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, മരിച്ചൊരു നീ കരുണാപുരം ജീവിപ്പിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ നീ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനാകനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നന്ദിയുടെ ഒരു വാക്ക് പറയട്ടെ. അലനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി ഭക്തിപൂർവമായ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ചു. അത് എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഓൺ ബിഹാഫ് ഓഫ് ചെറിയൻസ് ഫാമിലി, ഐ എക്സ്റ്റെൻഡ് മൈ heartfelt gratitude towards Canon Edward Pereira, the parish priest of this parish. He allowed us to have mass here today, and it's only because of his permission and his support and so on we could arrange this mass here and all the other programs also. And on behalf of Children's family, dear Father, I extend you a very deep-hearted thanks. Thank you. ബഹുമാനപ്പെട്ട ജോർജ് പനക്കിലച്ചനും ജോസച്ചനും രാംസ്കേറ്റിലുള്ള ഡിവൈൻ സെൻ്ററിൽ നിന്ന് വന്നതാണ്. ഒത്തിരിയേറെ യാത്ര ചെയ്തവർ വന്നു. അതുപോലെ തന്നെ സിറിലച്ചൻ വളരെ അർത്ഥസമ്പുഷ്ടവും ചിന്തോദ്ദീപവുമായ സന്ദേശം നൽകി സിറിലച്ചൻ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട എല്ലാ അച്ഛന്മാർക്കും ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ നിങ്ങൾക്കെല്ലാവർക്കും ചെറിയ ആൻ്റെയും കുടുംബത്തിൻ്റെ പേരിൽ ഞാനും നന്ദി പറയുകയാണ്. നമ്മുടെ ഈ പ്രിയപ്പെട്ട മകനു വേണ്ടി പ്രാർത്ഥിക്കുക, തുടർന്നും പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ മകനിലൂടെ മാധ്യസ്ഥം തേടുകയും ചെയ്യുക. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഉടൻ തന്നെ എല്ലാവരും ഹോളിലേക്ക് വരേണ്ടതാണ്. സ്നേഹഭോജനം അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരെയും ചെറിയാൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ ഹോളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ ശക്തി സംഭരിക്കാം.
ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാനാരോടിതെല്ലാം പറയും, പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും. പാവന സ്നേഹമേ, മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം. ഞാനാരോടിതെല്ലാം പറയും, പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും. പാവന സ്നേഹമേ, മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം.